ഒലിവുമല പിളരുന്നു. അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചൊക്കെയാണ് അലോഷി ചോദിച്ചത്. അതിന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. ദൈവമഹത്വം ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഒലിവുമലയിൽ ഇരിക്കുന്നത് പ്രവാചകനായ എസെക്കിയേൽ കണ്ടു. ചിലപ്പോൾ അസാധാരണമായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യഹൂദ മിശിഹ ഈ വഴിയിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർ പ്രവേശിക്കരുത്, ഈ യഹൂദ മിശിഹ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ വാതിൽ വലിയ കല്ലുകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. വിള്ളൽ അഥവാ ക്രാക്ക് ഉണ്ടെന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കണ്ടെത്തിയിരിക്കുന്നു. ശരിക്കും ഇത് സംഭവിക്കുന്നതാണോ അതോ ഊഹാപോഹങ്ങൾ മാത്രമാണോ? വർഷങ്ങളായി പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ മാറുന്നതായി ശാസ്ത്രജ്ഞരും നഗര ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. നമസ്കാരം, എല്ലാവർക്കും ചാറ്റ് വിത്ത് അലോഷി എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് കൺവെൻഷണൽ സഭയുടെ വൈദികനായ ജെയിംസ് ടൂരമൻ അച്ഛനാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം അലോഷി. ഇന്ന് അലോഷി പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒലിവുമല പിളരുന്നു. അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചൊക്കെയാണ് അലോഷി ചോദിച്ചത്. അപ്പോൾ അലോഷിയുടെ സംശയങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ കേൾവിക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാനൊരു ചെറിയൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തന്നെയാണല്ലോ ചർച്ചാ വിഷയം. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ വിശ്വാസവും ഒലിവുമല പിളരുന്നതും തമ്മിലുള്ള ഒരു ബന്ധം എന്തെന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാവോ ഞങ്ങളോട്? ബൈബിളിലെ ഏറ്റവും സുപ്രധാന സ്ഥലങ്ങൾ ഒന്നാണ് ഒലിവുമല. ജെറുസലേമിന്റെ കിഴക്കായി ടെമ്പിൾ മൗണ്ടിനെയും ദൈവത്തിന്റെ നഗരത്തെയും അഭിമുഖീകരിച്ചു നിൽക്കുന്ന മലയാണിത്. ഇത് യേശുവിന്റെ ശുശ്രൂഷയുമായും പ്രവചനവുമായും അന്ത്യകാലത്തെ സംബന്ധിച്ചുമെല്ലാം ഈ സ്ഥലത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ അസാധാരണമായിട്ടുള്ള ചില അടയാളങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. അതിനാൽ തന്നെ ഈ സംഭവങ്ങൾ ഈ സംഭവം എന്ന് പറയുന്ന പ്രതിഭാസങ്ങൾ വളരെയേറെ സംശയങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു. ഒലിവുമലയിൽ വിള്ളലുകൾ രൂപപ്പെടുന്നതായി പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് പല ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങൾ യേശുവിൻ്റെ മടങ്ങി വരവുമായി ബന്ധപ്പെടുന്നവരുമുണ്ട്. ബൈബിളിൽ പറഞ്ഞ പല സംഭവങ്ങൾ ഇതിനോട് കണക്ട് ചെയ്ത് ഈ പ്രതിഭാസത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ശരിക്കും നമ്മൾ ഇതിനെ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബൈബിള് ശരിക്കും അറിയണം, അതിൻ്റെ ചരിത്രം അറിയണം, ഈ ഭൂപ്രദേശത്തെക്കുറിച്ചും അതിൽ യേശുവിൻ്റെ വരവിനും മടങ്ങി വരവിനുമൊക്കെയുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് ശരിയാണ് അച്ഛാ. പക്ഷേ ഈ ഒലിവുമലയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണം എന്താണ്? ഒലിവുമലയ്ക്ക് ഇസ്രായേൽ ചരിത്രത്തിലും തിരുവെഴുത്തുകളിലും യേശുവിൻ്റെ ശുശ്രൂഷയിലുമുള്ള പങ്ക് വളരെ വലുതാണ്. ജെറുസലേമിൻ്റെ പഴയ നഗരത്തിന് തൊട്ടു കിഴക്കായിട്ടാണ് ഒലിവുമല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമൊന്നും അല്ല ഇത്. പക്ഷേ അതിൻ്റെ ചെരിവുകൾ, ഈ മലയുടെ താഴ്വാരങ്ങളൊക്കെ തിരുവെഴുത്തുകളിലെ ഏറ്റവും ശക്തമായ നിമിഷങ്ങൾക്ക് പങ്കുവഹിച്ചു. ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഈ ടെമ്പിൾ മൗണ്ടിലേക്കും യെരുശലേമിന്റെ ഹൃദയഭാഗമായ കെദ്രോൺ താഴ്വരയും ഒക്കെ കാണാനായിട്ട് പറ്റും. ബൈബിൾ പലപ്പോഴും ഈ പർവ്വതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അബ്ശലോമിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ദാവീദ് നഗ്നപാതനായി തല മൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തല മൂടിയിരുന്നു, അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. 2 സാമുവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവമഹത്വം ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഒലിവുമലയിൽ ഇരിക്കുന്നത് പ്രവാചകനായ എസെക്കിയേൽ കണ്ടു. ഇത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ലോകാവസാനമായി ഈശോയുടെ 2ാം വരവ്, ഈ 2 കാരണങ്ങൾ എങ്ങനെയാണ് ഒലിവുമലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
യേശുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി യേശു സഞ്ചരിച്ചിരുന്ന ഒരു വഴി തന്നെ ഈ മലയിലൂടെയാണ്. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ പ്രവചനം യേശു ശിഷ്യന്മാർക്ക് നൽകിയത് ഈ മലയിൽ വെച്ചാണ്. ഇതിനെ നമ്മൾ ദി ഒലിവ് ഡിസ്കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ദിവസം താൻ ഇതേ രീതിയിൽ തന്നെ മടങ്ങി വരുമെന്ന വാഗ്ദാനവുമായി അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും ഇവിടെ നിന്നാണ്. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് ശിഷ്യന്മാരോടുള്ള ദൂതന്റെ വാക്കുകൾ: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ജെറുസലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ അന്ന് അവിടെ നിന്ന് നിലയുറപ്പിക്കും. അപ്പോൾ ഈ ഒലിവ് മലയിൽ യേശുവിൻ്റെ 2ാം വരവിൻ്റെ ഒരു പ്രതീക്ഷയും എല്ലാ പ്രവചനവും വന്നിരിക്കുന്നത് ഈ ഒലിവ് മലയെ കേന്ദ്രീകരിച്ചാണ്. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്ന് നടുക്ക് വലിയ ഒരു താഴ്വര ഉണ്ടാകും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും നീങ്ങും. ഇത് വലിയൊരു പ്രവചനമാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ. അപ്പോൾ ഇന്ന് ഈ മല വിണ്ടുകീറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ചോദ്യം ആർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഈ പ്രവചനം യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയോ? ലോകത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ തന്നെ വിശ്വാസം നിലനിർത്തുന്ന ഒരു പർവ്വതമാണിത്. അതായത് ജൂതന്മാര്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്, ഈ 3 മതങ്ങളും ഇതിനെ ആദരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ 3 മതങ്ങൾക്കും എന്തുകൊണ്ടായിരിക്കും വെച്ചാൽ ഇത്ര പ്രാധാന്യം ഒലിവ് മലയ്ക്ക് കൊടുക്കുന്നത് എന്നൊന്ന് പറയാമോ? ഒലിവ് മല ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല പ്രധാനം. ജൂത ജനതയ്ക്ക് ആയിരക്കണക്കിന് പുരാതന കല്ലറകൾ നിറഞ്ഞ ഒരു പുണ്യസ്ഥലമാണിത്. ഇവിടെ അടക്കം ചെയ്തവരൊക്കെ മിശിഹ 2ാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് ജൂത കുടുംബങ്ങൾ ഈ മലയിലാണ് അവരുടെ ശവസംസ്കാരം അവർ അടക്കം ചെയ്യുന്നത്, അവിടെയാണ് നടത്തുന്നത്. മുസ്ലിങ്ങൾക്ക് ഒലിവ് മലയ്ക്ക് ഒരു അർത്ഥമുണ്ട്. കാരണം ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് ഈ ന്യായവിധി ദിവസമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ ഒലിവ് മല. അപ്പം ന്യായവിധിയിൽ അവിടെയാണ് ന്യായവിധി നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ പലതരത്തിലും നമ്മുടെ വലിയ ഈ 3 മതങ്ങളുടെ, യഹൂദ മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും എല്ലാം പാരമ്പര്യത്തിൽ ഈ പർവ്വതം ഒരു വിസ്മയത്തിൻ്റെ ഇടമാണ്. അന്ത്യകാലത്ത് ഇവിടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ 3 മതങ്ങൾക്കും ഒരുപോലെ തന്നെ പ്രാധാന്യം ഈ മലയ്ക്കുള്ളത്. അച്ഛാ, ഈ ഒലിവ് മലയ്ക്ക് അഭിമുഖമായിട്ട് ഒരു വലിയ മതിൽ നിൽക്കുന്നതായിട്ട് എനിക്കൊരു അറിവുണ്ട്. അപ്പം ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അച്ഛന് വിശദീകരിക്കാമോ? ഹിദ്രോൺ താഴ്വരയ്ക്ക് കുറുകെ ഒലിവ് മലയ്ക്ക് അഭിമുഖമായിട്ട് ജെറുസലേമിന്റെ പഴയ നഗരത്തിന്റെ കിഴക്കൻ മതിലിൽ ഒരു കവാടമുണ്ട്. ഇത് നമ്മൾ പല പ്രാവശ്യം ചിത്രങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു മതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനെ കിഴക്കൻ കവാടം അല്ലെങ്കിൽ കൂടുതൽ പ്രസിദ്ധമായിട്ട് ഗോൾഡൻ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. കൂറ്റൻ കല്ലുകൾ കൊണ്ട് അടച്ചിരിക്കുന്നതിനാൽ ഈ കവാടം സവിശേഷമാണ്. 1500കളിൽ ഓട്ടോമൻ തുർക്കികൾ ജെറുസലേം ഭരിച്ചപ്പോൾ അവരത് അടിച്ചു പൂട്ടിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. പ്രവചനം പ്രഖ്യാപിച്ചതുപോലെ യഹൂദ മിശിഹ ഈ വഴിയിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർ പ്രവേശിക്കരുത്, ഈ യഹൂദ മിശിഹ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ വാതിൽ വലിയ കല്ലുകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് അടഞ്ഞു കിടക്കണം. ഇത് എസെക്കിയേലിന്റെ പുസ്തകം 44-ാം അധ്യായം 2-ാം വാക്യത്തിലെ പ്രവചനത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഗോൾഡൻ ഈ മതിൽ എന്ന് നമ്മൾ കാണുന്നത്. അച്ഛാ, ഈ ഒത്തിരിയധികം ഉത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്. അതിപ്രകാരമാണ് ഒലിവ് മലയും ഗോൾഡൻ ഗേറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് വെച്ചാൽ? അതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഒരു ദിവസം ഈ കവാടം വീണ്ടും തുറക്കപ്പെടുമെന്ന് പ്രവചനം സൂചന നൽകുന്നുണ്ട്.
മിശിഹ തൻ്റെ മഹത്വത്തിലൂടെ അതിലൂടെ കടന്നുപോകും. ഈ കവാടം എവിടേക്കാണ് അഭിമുഖീകരിക്കുന്നത്? അതാണ് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയാം. ഇത് നേരിട്ട് ഒലിവ് പർവ്വതത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അതിശയിപ്പിക്കുന്ന ഭാഗം ഇന്നത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഒലിവ് പർവ്വതത്തിൽ നിന്ന് കെദ്രോൺ താഴ്വരയിലൂടെയും ഗോൾഡൻ ഗേറ്റിന് താഴെയുള്ള ടെമ്പിൾ മൗണ്ടിലേക്കും ഒരു വിള്ളൽ അഥവാ ക്രാക്ക് ഉണ്ടെന്ന് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും കണ്ടെത്തിയിരിക്കുന്നു. ഇത് വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തിടെ ഒലിവ് പർവ്വതത്തിലും ഗോൾഡൻ ഗേറ്റിനും അടുത്തുള്ള മതിലുകളിലും വിള്ളലുകൾ രൂപപ്പെടാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി തന്നെ ഒരു വലിയ കുലുക്കത്തിന്, എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് തന്നെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നുള്ള അഭിപ്രായക്കാരും ഇതിനകത്ത് ഉണ്ട്. അച്ഛാ, ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ശരിക്കും പേടിയൊക്കെ ആവുന്നുണ്ട്. ശരിക്കും ഇത് സംഭവിക്കുന്നതാണോ അതോ ഊഹാപോഹങ്ങൾ മാത്രമാണോ? ഈ വിള്ളലുകളുടെയും ഭൂകമ്പങ്ങളുടെയും ശാസ്ത്രീയത റിപ്പോർട്ടുകളിൽ കുറേയൊക്കെ തെളിവായിട്ട് വരുന്നുണ്ട്. വർഷങ്ങളായി പർവ്വതത്തിൻ്റെ ചില ഭാഗങ്ങൾ മാറുന്നതായി ശാസ്ത്രജ്ഞരും നഗര ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ചെരുവുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലത് പ്രകൃതിദത്തമായ മണ്ണൊലിപ്പ്, ഭൂകമ്പങ്ങൾ, ഭൂഗർഭ ജലചലനം എന്നിവ മൂലമാണെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ വിശ്വാസികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മിശിഹ മടങ്ങി വരുമ്പോൾ പർവ്വതം പിളരുമെന്ന് സക്കറിയയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ഈ വിള്ളലുകൾ ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന അതേ ദിശയിൽ തന്നെയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എങ്ങനെ ഇത് കൃത്യമായിട്ട് അതിലൂടെ പോകുന്നു, ഈ വിള്ളലുകളുടെ രൂപം കാണുന്നതെല്ലാം ഈ ദിശയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രദേശത്ത് ചെറിയ ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകാൻ, ചലനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഇതിനെ ജോർദാൻ റിഫ്റ്റ് താഴ്വരയിൽ നിൽക്കുന്ന ഒരു പ്രധാന ഫോൾട്ട് ലൈനിലാണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടുള്ളതാണ്. അപ്പോൾ ദൈവം നിയമം നൽകിയപ്പോൾ സീനായി പർവ്വതം കുലുങ്ങുന്നത്, യേശുവിൻ്റെ പുനരുദ്ധാന നിമിഷത്തിൽ ഭൂമി കുലുങ്ങുന്നത്, ഇങ്ങനെ പലപ്പോഴും ഭൂകമ്പങ്ങളെ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ചരിത്രപരമായി അതിനകത്ത് രേഖകളുണ്ട്, ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് ദിവ്യ സംഭവങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ യേശു മടങ്ങി വരുമ്പോൾ വഴി തുറക്കുന്നതും ഇത്തരത്തിലുള്ള വലിയൊരു ഭൂകമ്പമായിരിക്കും. അതിനെയാണ് ഇത്തരത്തിലുള്ള ചലനങ്ങൾ വാസ്തവമായിട്ട് യഥാർത്ഥത്തിൽ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനാ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരാമോ? അതായത് നമ്മൾ ഈ വിള്ളലുകൾ സ്വാഭാവികമാണെന്ന് നമ്മൾ ഭൂമിശാസ്ത്രമൊക്കെ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരു ആത്മീയ സന്ദേശം കൂടിയുണ്ട്. അതായത് നമ്മുടെ കാലിനടിയിലെ നിലം പൊട്ടുന്നത് പോലെ ഈ നമ്മുടെ ചുറ്റുമുള്ള ലോകവും എന്തോ ഒക്കെ സൂചനകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ധാർമ്മികത, സത്യം, സമാധാനം എന്നിവ പലയിടത്ത് തകരുന്നതായിട്ടും പല രാജ്യങ്ങളിലും യുദ്ധങ്ങളും പരസ്പരമുള്ള വൈര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം ഈ ഭൂമിയിൽ കാണുന്ന അടയാളം, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒലിവ് മലയിലെ വിള്ളലുകൾ നമ്മെ ഓർമ്മിപ്പിച്ചേക്കാം, ഈ ലോകം നമ്മൾ കരുതുന്നത്ര ഉറച്ചതല്ല. ദൈവരാജ്യം മാത്രമാണ് ഇളകാത്തത്. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നമുക്കുള്ളൊരു സന്ദേശമുണ്ട്. ഈ പ്രവചന പർവ്വതം പിളരുന്നു, പ്രവചനത്തിൽ പറയുന്നത് പോലെ തന്നെ പിളരുന്നു. അതിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ നാം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശു തിരിച്ചു വരുമെന്ന് യേശു തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഓർക്കണം. ഈ ജാഗ്രത പാലിക്കാനായിട്ട് ബൈബിൾ നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. ഒലിവ് മലയിലെ വിള്ളലുകൾ ഈ വർഷമോ അടുത്ത വർഷമോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ കർത്താവിൻ്റെ തിരിച്ചുവരവിന് ഒരു തീയതി നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റില്ല. കാരണം ആ സമയം എപ്പോഴാണെന്ന് പിതാവിന് മാത്രമേ അറിയുന്ന എന്നാണ് വചനത്തിൽ പോലും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ജെറുസലേമിലെ ഓരോ അടയാളവും, ഓരോ ഭൂകമ്പവും, ഓരോ ചലനവും ഒരു വേദി ഒരുങ്ങലാണ്. ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജെറുസലേമിനെ അന്ത്യകാല വരവിൻ്റെ കേന്ദ്രമായി വിശേഷിപ്പിക്കുന്നത് ഈ സെൻറ്റർ ഓഫ് സെക്കൻഡ് കമ്മിങ്, അതാണ് ഈ ഒലിവ് മല. അപ്പോൾ
ഇതിൻ്റെ ഒരു വേദി അതാണ്. നൂറ്റാണ്ടുകളായി ഈ പർവ്വതം അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളരുന്നത് എങ്ങനെയെന്ന് ആളുകൾ ചിന്തിച്ചിരിക്കാം. ഇന്ന് ഭൂകമ്പ ശാസ്ത്രജ്ഞർ വിള്ളലുകൾ അളക്കുകയും ചെറിയ ഭൂകമ്പങ്ങൾ ജെറുസലേമിനെ ഇളക്കി മറിക്കുകയും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് സാധ്യമാണെന്ന്, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊരു ചിന്തയിലേക്കാണ് അവർ പോകുന്നത്. ഒരിക്കൽ കൂടി ഇതിനെ പ്രതീകാത്മകമായിട്ട് നമ്മൾ വായിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന അന്തിമ ദിവസം ഉണ്ടാകുമെന്നും, അതിനിപ്പോൾ നാളെ ആയാലും വർഷങ്ങൾ കഴിഞ്ഞായാലും നമുക്ക് തരുന്നൊരു സന്ദേശം വ്യക്തമാണ്: ഒരുക്കത്തോടെ ജീവിക്കുക. ഒലിവുമല പൊട്ടിപ്പുറപ്പെടുകയാണ്. സുവർണ കവാടം മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. പഴയ പ്രവചനങ്ങളെല്ലാം ഒത്തുചേരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ഈ കാലത്തിന്റെ അടയാളങ്ങൾ. അപ്പോൾ അച്ഛാ, ഇതെല്ലാം കാലത്തിന്റെ ഒരു അടയാളം എന്നാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? യേശു തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 21-ാം-8 അതിനാൽ ഭയത്തിനു പകരം നമുക്ക് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ആശയക്കുഴപ്പത്തിന് പകരം നമുക്ക് വ്യക്തതയോടെ നമ്മൾ ജീവിക്കണം. രാജാവ് മടങ്ങി വരുന്ന നിമിഷത്തിലേക്ക് ചരിത്രം നീങ്ങുന്നു. നമ്മുടെ ഭൂമിയിൽ അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഒലിവുമല ജെറുസലേമിന് പുറത്തുള്ള ഒരു കുന്നല്ല, അത് പ്രവചനത്തിന്റെ തന്നെ ഒരു പർവ്വതമാണ്, പ്രാർത്ഥനയുടെ ഒരു പർവ്വതമാണ്, വിധിയുടെ ഒരു പർവ്വതമാണ്. അപ്പം അതിൻ്റെ ചെരുവുകളിൽ നിന്നിട്ടാണ് യേശു കരഞ്ഞത്. അതിൻ്റെ മണ്ണിൽ മിശിഹായുടെ പാദങ്ങൾ പതിച്ചതാണ്. ഇനി വീണ്ടും ഒരു ദിവസം അതിലൂടെ യേശുവിൻ്റെ പാദങ്ങൾ പതിക്കും. അപ്പോൾ അതിൻ്റെ മുഖത്ത് തന്നെ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവചനം ജീവിക്കാനുള്ളതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യപുത്രന്റെ വെളിപ്പെടുത്തലിനായി സൃഷ്ടി തന്നെ കാത്തിരിക്കുന്നത് പോലെ പർവ്വതം ഞരങ്ങുന്നു. ഈ വിള്ളലുകൾ വെറും ഭൂമിശാസ്ത്രമോ പ്രവചന സൂചനയോ ആകട്ടെ, പക്ഷെ നാം ജീവിക്കുന്ന കാലത്തേക്ക് നമ്മെ ഉണർത്തുവാൻ ഇവ പര്യാപ്തമാണ്. അതിനാൽ നമുക്ക് ജാഗ്രത പാലിക്കാം, വിശ്വസ്തത പുലർത്താം, അവന്റെ മഹത്തായ തിരിച്ചുവരവിന്റെ പ്രത്യാശ മുറുകെ പിടിക്കാം. കാരണം ഒരു ദിവസം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലും നേരത്തെ ഒലിവുമല വിശാലമായി തുറക്കപ്പെടും. സുവർണ കവാടം പൊട്ടിത്തെറിക്കും. മഹത്വത്തിന്റെ രാജാവ് എന്നേക്കും ഭരണം നടത്താൻ ജെറുസലേമിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ജാഗ്രതയോടെ ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു സൂചന തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി വിശുദ്ധിയിൽ ജീവിക്കുവാനും ജാഗ്രതയോടെ ജീവിക്കുവാനും പറ്റുന്നത്ര നന്മകളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിക്കാനായിട്ടും പരിശ്രമിക്കാം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും. പക്ഷെ ഇത് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാനോ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഭയത്തോടു കൂടി ആയിരിക്കാനുള്ള ഒരു സംഭവമല്ല. അതിലുപരിയായിട്ട് നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ബൈബിളിൻ്റെ ചരിത്രവും അതിൻ്റെ പഠിപ്പിക്കലുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയോടെ ജീവിക്കുവാനുള്ള ഒരു സന്ദേശം മാത്രമാണ്. ആ രീതിയിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ അച്ഛാ, താങ്ക് യു. ഇന്നത്തെ ഈ എപ്പിസോഡ് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് അച്ഛാ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ അലേഷി, താങ്ക് യു. പ്രപഞ്ചം തരുന്ന ചില സൂചനകൾ കാലത്തിന്റെ അടയാളങ്ങളാണ്. ഈ കാലത്തിന്റെ അടയാളങ്ങളിൽ ഭയത്തോട് ജീവിക്കുന്നതിന് അപ്പുറം ജാഗ്രതയോട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ തീർച്ചയായും ഞങ്ങളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.